മുസ്ലിം ലീഗിനെതിരെ സമസ്തയിലെ ഒരു വിഭാഗം നടത്തുന്ന വിമർശനം അവഗണിക്കാൻ ലീഗ് നേതൃത്വം. വിമർശനത്തിനെതിരെ പ്രതികരിച്ചാൽ അത് ഇടതുപക്ഷം മുതലെടുക്കുമെന്നാണ് വിലയിരുത്തൽ. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി സമസ്തയുടെ സ്ഥാനാർത്ഥിയാണെന്ന തരത്തിൽ പ്രചരണം നടക്കുന്ന ഘട്ടത്തിലാണ് സമസ്തയിലെ ഒരു വിഭാഗം നേതൃത്വം മുസ്ലിം ലീഗിനെതിരെ രംഗത്തു വന്നത്. ലീഗും സമസ്തയും തമ്മിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നുവെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം സമസ്തയെ അവഗണിച്ചും പരിഹസിച്ചും പ്രതികരിക്കുന്നു എന്ന ആക്ഷേപവുമായി സമസ്ത മുഷവറ അംഗം ഉമ്മർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസമാണ് പ്രതികരിച്ചത്. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഭിന്നിപ്പൊന്നുമില്ല എന്ന് പറയും, മുസ്ലിമിനോട് ചോദിച്ചാൽ മുസ്ലിം ഇല്ല എന്ന് പറയും. പക്ഷെ എന്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളത് വലുതാക്കി ഉണ്ടാക്കുന്നുണ്ട് മാധ്യമക്കാർ. ആ നിലയ്ക്ക് ഇത് പരിഹരിക്കേണ്ടതാണ്, പരിഹരിച്ച് പണ്ടത്തതുപോലെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ ഇപ്പം സമസ്ത മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വൈകിട്ട് എന്തൊക്കെയോ സമസ്തയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉമ്മർ ഫൈസി നടത്തിയ ഈ കടുത്ത വിമർശനം ലീഗ് മത്സരിക്കുന്ന പൊന്നാനിയിലും മലപ്പുറത്തും പ്രതിഫലിക്കും എന്ന ആശങ്കയിലാണ് ലീഗ് നേതൃത്വം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ലീഗ് നേതൃത്വം തീരുമാനിച്ചത്. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന പരസ്യത്തിനെതിരെ ലീഗ് പ്രവർത്തകർ കടുത്ത അമർഷം പ്രകടിപ്പിക്കുമ്പോഴും പരസ്യത്തെ ന്യായീകരിക്കുന്ന സമീപനമാണ് ഉമ്മർ ഫൈസി നടത്തിയത്. അപ്പോൾ അതൊക്കെ ഓരോരോ പ്രചരണങ്ങളാണ്. അന്തം വിട്ട ആൾക്കാർ ഇന്നലെ ഇപ്പോൾ സുപ്രഭാതം കത്തിച്ചു. എന്താ അതിൻ്റെ കാര്യം? സുപ്രഭാതം കത്തിക്കേണ്ട കാര്യം എന്താ? LDFിൻ്റെ പരസ്യം കൊടുക്കുന്നുള്ളതാണ്. LDFും UDF രണ്ട് സംവിധാനമാണ്. ഈ പ്രസ്താവനയോട് പക്ഷേ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചത് ഇങ്ങനെ: പത്രങ്ങളിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പരസ്യം കൊടുക്കാം, എല്ലാ പാർട്ടികൾക്കും അവരുടെ പരസ്യങ്ങൾ കൊടുക്കാം. അത് പരസ്യമല്ലേ, അത് അവരുടെ ബിസിനസ്സല്ലേ. അതിലെന്തിനാ ഞങ്ങൾ ഇടപെടുന്നത്? ചന്ദ്രികയിൽ വരില്ല. സമസ്ത ലീഗ് തർക്കം രൂക്ഷമാകുന്ന തരത്തിൽ ഒരു നീക്കത്തിനും നിലവിൽ ലീഗ് നേതൃത്വം തയ്യാറല്ലെങ്കിലും വിഷയം CPM കൃത്യമായി മുതലെടുക്കുന്നുണ്ട്. ഇതിനി പൊന്നാനിയിലും മലപ്പുറത്തുമടക്കം എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് അറിയാനിരിക്കുന്നത്. ശ്യാം K. വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.